ശബരിമല പമ്പ ക്ലോക്ക് റൂമിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് ബി.ജെ.പി. പ്രവർത്തകരെന്ന് ക്ലോക്ക് റൂം കരാറുകാരൻ. ബി.ജെ.പി. പ്രവർത്തകർ പിരിവ് ചോദിച്ചെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും കരാറുകാരൻ പുറത്തുവിട്ടു. ക്ലോക്ക് റൂമിൽ തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നു എന്ന ബി.ജെ.പി. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കരാറുകാരൻ തെളിവ് സഹിതമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമല കലാപഭൂമിയാക്കാനാണ് RSS ലക്ഷ്യം വെക്കുന്നതെന്ന് DYFI ജില്ലാ നേതൃത്വവും പ്രതികരിച്ചു. ബി.ജെ.പി. റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനുമാണ് പമ്പ ക്ലോക്ക് റൂം നടത്തിപ്പുകാർക്കെതിരെ ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത്. ക്ലോക്ക് റൂം ജീവനക്കാർ തീർത്ഥാടകരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നു എന്നായിരുന്നു ഇവരുടെ ആരോപണം. ഇത് സാധൂകരിക്കാനായി ചില ദൃശ്യങ്ങളും ബി.ജെ.പി. നേതൃത്വം പുറത്തുവിടുകയും ചെയ്തു. ഇതോടെയാണ് നടത്തിപ്പുകാരൻ സുനിൽകുമാർ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ബി.ജെ.പി. നേതാക്കൾ പിരിവ് ചോദിച്ചപ്പോൾ നിഷേധിച്ചതിനാലാണ് വ്യാജ ആരോപണം കെട്ടിച്ചമച്ചത്. 25,000 രൂപയാണ് ആദിവാസി കുട്ടികളുടെ പേരിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. ഭിക്ഷാടനവും പിരിവും നിരോധിച്ച മേഖലയിൽ പിരിവ് നൽകില്ല എന്നായിരുന്നു കരാറുകാരന്റെ നിലപാട്. ഇതോടെയാണ് ഏതാനും തീർത്ഥാടകരെ കൂട്ടി ബഹളം വെക്കാൻ ബി.ജെ.പി. നേതാക്കൾ ശ്രമിച്ചതെന്നും കരാറുകാരൻ ആരോപിക്കുന്നു. ബി.ജെ.പി. പ്രവർത്തകരായ റാന്നി സ്വദേശി സന്തോഷും പെരുന്നാട് സ്വദേശി അരുൺ അനിരുദ്ധനും ഇന്നലെ ഉച്ചയോടുകൂടി പമ്പയിലെ ക്ലോക്ക് റൂമിലെത്തി അട്ടത്തോട്ടിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി 25,000 രൂപ സംഭാവനയായി ചോദിച്ചു. എന്നാൽ ഈ വലിയൊരു തുക നൽകാൻ സാധിക്കില്ലെന്നും ഈ മാസപൂജയ്ക്ക് അധികം തീർത്ഥാടകർ എത്തുന്നില്ല, അതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിയിക്കുകയും വേണമെങ്കിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ഞങ്ങൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഈ തുക ഞങ്ങൾക്ക് നൽകിയേ പറ്റൂ, ഈ തുക നൽകിയില്ലെങ്കിൽ 10,000 രൂപയെങ്കിലും നൽകണം, അല്ലാത്ത പക്ഷം ക്ലോക്ക് റൂമിന്റെ പ്രവർത്തനം മുന്നോട്ട് ഞങ്ങൾ നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്ലോക്ക് റൂമിൽ ബാഗ് എടുക്കാമെന്ന അയ്യപ്പ ഭക്തരെ തടസ്സപ്പെടുത്തുകയും ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ശബരിമലയെ കലാപഭൂമിയാക്കാനാണ് സംഘപരിവാർ പ്രസ്ഥാനം ശ്രമിക്കുന്നതെന്ന് DYFI ജില്ലാ സെക്രട്ടറി B. നിസാം. ബി.ജെ.പിയും RSSും നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ ആരോപണം നടത്തി ശബരിമലയെ ഒരു കലാപഭൂമിയാക്കാനാണ് RSSുകാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ബി.ജെ.പിക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അവരുടെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ പറഞ്ഞ സുവർണാവസരം ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ നടത്തിയിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തീർത്ഥാടകരുടെ അവകാശം സംരക്ഷിക്കാനായുള്ള ഇടപെടലാണ് തങ്ങൾ നടത്തിയതെന്ന് ബി.ജെ.പി. നേതാവ് സന്തോഷ് കുമാർ അവകാശപ്പെട്ടു. എന്നാൽ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ ഇവർക്കായില്ല. മണ്ഡലകാലത്തുൾപ്പെടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം നിലനിൽക്കെയാണ് പിരിവ് വിവാദം ഉയർന്നുവരുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.